എന്നിട്ടും ഞാൻ ഉദ്ദേശിച്ച കണക്ക് ഫിസിക്സ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അന്നേരം ഞാൻ വിചാരിച്ചു എനിക്ക് ഓൾറെഡി ഫിസിക്സ് അത്യാവശ്യം ടഫാണ്, പിന്നെ എനിക്ക് മാത്രമാണ് ഫിസിക്സ് ടഫായെന്നൊരു പേടിയുണ്ടായിട്ട് എന്തായാലും റിസൾട്ട് വരുന്നത് വരെ. ഇപ്പോൾ ഇയാൾ ഇരിക്കുന്നുണ്ട്, ആളിപ്പോൾ ചില്ലാണ്. ഞങ്ങൾ ഇന്നലെ വെളിയിലൊക്കെ പോയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കൊല്ലം അവൾ അതേന്നും പറഞ്ഞ് ഇരുന്നതാണടാ. ഇനിയും നമ്മൾ എന്തിനാ, ഇനിയും എനിക്ക് കിട്ടുമോ എന്ന് ആലോചിച്ച് ഇരിക്കേണ്ട കാര്യം എന്താ? ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത ഒരാൾക്ക് ടെൻഷൻ ആയിരിക്കും. കാരണം ഇനി റിപ്പീറ്റ് ചെയ്യണമെന്ന് തോന്നൽ വരും. അത് ഇതിന് റിസൾട്ട് വന്ന് റാങ്ക് വന്നതിന് ശേഷം തീരുമാനിച്ചാൽ മതി. പറ്റും തോന്നലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാരണം അത് അത്ര സുഖകരമായ ഒരു സംഭവമല്ല. റിപ്പീറ്റ് സൂപ്പർ റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കേസല്ല. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരുടെയും മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫുള്ള് റിക്വസ്റ്റ് വന്ന് കിടക്കുകയാണ്. അതുപോലെ വാട്സപ്പിലും വാട്സപ്പ് ചാനലിലല്ല ഗ്രൂപ്പിലും ഒക്കെ ഫുള്ള് മെസ്സേജാണ്. അപ്പോൾ എനിക്ക് ഊഹിക്കാൻ പറ്റും നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നീറ്റ് എക്സാം ഞാൻ എഴുതിയ ഒരാളല്ല, ഇവളാണ് എഴുതിയത്. ഇതെൻ്റെ അനിയത്തിയാണ് കേട്ടോ. ആളൊരു സൂപ്പർ റിപ്പീറ്ററാണ്. ആൾ പ്രിലിമിലാണ് റിപ്പീറ്റ് ചെയ്തതും റിപ്പീറ്റ് ചെയ്തതും സൂപ്പർ റിപ്പീറ്റ് ചെയ്തതും. അപ്പോൾ ഞാനിപ്പം ഇവള് പറഞ്ഞ അറിവേ എനിക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അറിവേ എനിക്കുള്ളൂ. ഫിസിക്സ് അങ്ങനെയാണ്, കെമിസ്ട്രി ഇങ്ങനെയാണ്, ബയോളജി ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഇയാൾ പറയുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ എന്തായാലും ഇയാളുടെ ടെൻഷൻ കാരണമാണ് ഞാനിപ്പോൾ വീട്ടിൽ വന്നത്. നീറ്റ് എക്സാം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് ഭയങ്കര ടെൻഷനും കരച്ചിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ആളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീട്ടിൽ വന്നത്. അതുകൊണ്ട് യാതൊരുവിധ പ്രിപ്പറേഷൻസും ഇല്ല കേട്ടോ. മൈക്കൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും നോയ്സ് ഒക്കെ വരുവാണെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ശാലു പറയും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത്. എക്സാം അത്യാവശ്യം ടഫായിരിക്കും എന്ന് നേരത്തെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം 200 ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലോ, അത് മാറ്റിയിട്ട് 180 ആയപ്പോൾ തന്നെ നമുക്കറിയായിരുന്നു കുറച്ച് എന്തായാലും കട്ട് ഓഫ് കുറയുമെന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നിയത് സെക്ഷൻ ബൈ സെക്ഷൻ എടുക്കുകയാണ്. ഞാൻ ആദ്യം ചെയ്യുന്നത് ബയോളജി, പിന്നെ കെമിസ്ട്രി, ഫിസിക്സ് ആണ്. ബയോ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നി അത്യാവശ്യം സ്റ്റേറ്റ്മെൻറ്റ് കൂടി. ഞാൻ മറിച്ച് പെട്ടെന്ന് നോക്കിയപ്പം സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലായി. സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ അസേർഷൻ റീസൺ അത്ര ഇല്ല, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് തന്നെയായിരുന്നു. പിന്നെ അത് ഓപ്ഷൻ നമ്മളെ നന്നായിട്ട് കൺഫ്യൂസ് ചെയ്യുന്നത്. അതായത് എയും സിയും ഉണ്ട്. എയും സിയും നമുക്കറിയായിരിക്കും, അതിൻ്റെ കൂടെ ഒരു ഇയും കൂടി കാണാം. അതുകൂടി ഉണ്ടോ എന്ന് തോന്നുമ്പം അത്യാവശ്യം നല്ല ലാഗ് എടുക്കുന്നുണ്ടായിരുന്നു ഓരോ ക്വസ്റ്റ്യൻ ചെയ്തു വരെ. ഞാൻ സാധാരണ ഒരു 45 മിനിറ്റ്സാണ് ഞാൻ ബ്രില്യനിലൊക്കെ എഴുതുമ്പം ബയോളജിക്ക് എടുക്കാറുണ്ട്. അത് തന്നെ എടുക്കാറില്ല ചില പിള്ളേരൊന്നും, പക്ഷെ ഞാൻ അത്ര എടുക്കാറുണ്ട്. പക്ഷെ ഇതെനിക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തീരുന്നില്ലായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി. പിന്നെ അതെനിക്ക് ബയോളജിക്കകത്ത് 2-3 ക്വസ്റ്റ്യൻസ് എനിക്കൊന്ന് ഔട്ട് തന്നെ ഉണ്ട്. ഔട്ടെന്നല്ല, കുറച്ചൊരു കൺഫ്യൂസ് ചെയ്യുന്ന ടൈപ്പ് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ ബയോളജി കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കെമിസ്ട്രിയോട് വന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്കൊന്ന് എന്തോ ഇതായിട്ട് തോന്നി. പക്ഷേ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നെക്സ്റ്റ് നോക്കി കെമിസ്ട്രി വലിയ കുഴപ്പമില്ലെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് പേടിയായി, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ചിലപ്പം ഈസി ആവുകയാണോ. കാരണം കെമിസ്ട്രി വലിയ കുഴപ്പമില്ലാന്നാണ് എനിക്ക് തോന്നിയത്. ഇനി എനിക്ക് മാത്രം ബയോ സ്റ്റേറ്റ്മെൻറ്റ്സ് ടഫ് ആവുന്നതാണോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ കെമിസ്ട്രിക്കകത്തിലൊരു ഞങ്ങൾക്ക് ബ്രില്യൻ്റ് നടത്തിയ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഫിസിക്സിലോട്ട് വന്ന സമയത്ത് ഞാനൊരു അപ്പോൾ തന്നെ ഒരു 45 മിനിറ്റ്സ് എനിക്കിനി ഉള്ളൂ. ഫിസിക്സ് ചെയ്യാൻ എനിക്കിനി അതേ ഉള്ളായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറ്റുന്നില്ല, സെക്കൻഡ് ക്വസ്റ്റ്യൻ എവിടെയൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നും, പക്ഷെ നല്ല സമയം എടുക്കുന്നു. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ തന്നെ വെർനിയറിൻ്റെ തന്നെ എക്സ്ട്രീം ലെവലിലിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഡയമെൻഷൻ്റെ ആയാലും ചെയ്യാൻ അറിയാം, പക്ഷേ ടെൻഷൻ കാരണം പിന്നെ സമയം പോകുന്നു എന്നുള്ള തോന്നൽ കാരണം ചെയ്തെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അടുത്തതെന്ന് പറഞ്ഞ് നോക്കുക. അന്നേരം തന്നെ നോക്കുമ്പോൾ തന്നെ എവിടെയൊക്കെയോ ക്വസ്റ്റ്യൻ കാണുന്നല്ലാതെ ചെയ്യാൻ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ നല്ല ടെൻഷനായി. പിന്നെ ഇവിടെ കുറച്ച് കറക്കി കുത്തിയാലെന്നൊക്കെ ആലോചിച്ചു. പക്ഷെ എൻ്റെ 3ാമത്തെ തവണ ആയതുകൊണ്ട് എന്നിട്ടും ഞാൻ പേടിച്ച്. എന്നിട്ടും ഞാൻ ഉദ്ദേശിച്ച കണക്ക് ഫിസിക്സ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അന്നേരം ഞാൻ വിചാരിച്ചു എനിക്ക് ഓൾറെഡി ഫിസിക്സ് അത്യാവശ്യം ടഫാണ്, പിന്നെ എനിക്ക് മാത്രമാണ് ഫിസിക്സ് ടഫായെന്നൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ പുറത്തിറങ്ങിയപ്പോഴാണ് എല്ലാവർക്കും പൊതുവെ നല്ല പാടാണെന്നുള്ള അറിഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴും ഞാൻ അന്നേരം എനിക്ക് ഇവിടെ വന്ന് എല്ലാം നോക്കി എല്ലാം വീഡിയോ സാറിൻ്റെയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഫിസിക്സ് പഠിച്ചവരും പഠിക്കാത്തവരും ഒരേപോലെ തന്നെ ആയി. അതായത് ഇപ്പോൾ 650 വാങ്ങിക്കൊണ്ടിരുന്നവരും 550 വാങ്ങിക്കൊണ്ടിരുന്നവർ ഏകദേശം ഒരേപോലെ. അതായത് ഫിസിക്സ് നല്ല ആ ഒരു 100 എബോവ് ഒന്നും അത്യാവശ്യം നല്ലതുപോലെ ഫിസിക്സ് ചെയ്യുന്നവർക്ക് പോലും പറ്റിയിട്ടില്ല. അന്നേരം മുമ്പിൽ കിടന്നവൻ താഴെ കിടക്കുന്നവൻ മുന്നോട്ടും വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫിസിക്സ് പഠിക്കാത്തത് ഷാരു എപ്പോഴും കാണിക്കുന്നത്, അതായത് 2 കൊല്ലവും കാണിച്ച ഒരേ മണ്ടത്തരം തന്നെ. ഞാൻ എപ്പോഴും ഉള്ളോട് പറയും നമ്മൾ ബയോളജി നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇയാൾക്ക് ബയോളജി എന്ന് വെച്ചാൽ ഈ ഫുൾ ടെക്സ്റ്റ് അങ്ങോട്ട് കുത്തിയിരുന്ന് വായിക്കുന്ന ഒരു ടൈപ്പ് അല്ല. അവളിപ്പോൾ എത്ര പറഞ്ഞാലും അവൾ ബയോളജി വിട്ടിട്ട് ഫിസിക്സ് പഠിക്കും. അവൾക്ക് ഫിസിക്സ് ആണ് എപ്പോഴും ഇത്തിരി. കെമിസ്ട്രി ആൾക്ക് ഓക്കെയാണ്. കഴിഞ്ഞ പ്രാവശ്യം കെമിസ്ട്രിക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു.
അപ്പോൾ കെമിസ്ട്രി ആൾക്ക് ഓക്കെയാണ്. എപ്പോഴും പണി വാളുന്നത് ഒന്നുകിൽ ബയോളജിയിലെ മറ്റേ ഡയഗ്രാംസ് ഒക്കെ കൊണ്ടുപോയി തെറ്റിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് തെറ്റിക്കും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ഡയഗ്രാം ഉണ്ടായിരുന്നു, അത് തെറ്റിച്ചോ? അത് തെറ്റിച്ചു. എപ്പോഴും ഞാനിങ്ങനെ പറയും ഡയഗ്രാം ഒക്കെ നോക്കണം, കാരണം ഇവളുടെ വീക്ക് ഏരിയാസ് അവളെക്കാട്ടി കൂടുതൽ ഇപ്പോൾ എനിക്കറിയാം, കാരണം കേട്ട് കേട്ട് എനിക്കിപ്പോൾ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എക്സാം ടഫാണ് കേട്ടോ. ഈ നിങ്ങളിപ്പോൾ എന്താണ് കഴിഞ്ഞ ഒരു എക്സാമുമായിട്ട് ഈ ഒരു എക്സാം കമ്പയർ ചെയ്യരുത്. കഴിഞ്ഞതിനിപ്പോൾ 650 വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാറ് തന്നെ പറയുന്നുണ്ട് ഇപ്രാവശ്യം 550 മതി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ രീതിയിലൊന്നും സ്ട്രെസ്ഡ് ഔട്ട് ആവേണ്ട കാര്യമില്ല. എല്ലാവർക്കും ടഫാണ്. പൊതുവേ കേരളത്തിൽ ഞാനിപ്പം എൻ്റെ കമൻറ്റ് സെക്ഷനിലാണെങ്കിലും എനിക്ക് മെസ്സേജ് വരുന്നവർക്കാണെങ്കിലും ഞാൻ കൂടുതലും കാണുന്നൊരു മാർക്ക് എന്ന് പറഞ്ഞാൽ 200 to 300 അല്ലെങ്കിൽ 300 to 400 ആണ് മെജോറിറ്റി കൊച്ചുങ്ങൾക്കും കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓവറായിട്ട് ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. റിസൾട്ട് വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. കാരണം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾ സൂപ്പർ റിപ്പീറ്റ് ആണ്, അതായത് 3 വട്ടം അവളെ ട്രൈ ചെയ്തിട്ടും അവൾക്കും വരെയും അത്രയും ടഫായിട്ട് തോന്നിയ എക്സാം ആണ്. ഒട്ടും ഒരു റിപ്പീറ്റ് ഫസ്റ്റ് ടൈം റിപ്പീറ്റ് ചെയ്ത ഒരാൾക്ക് അത്ര ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നൊരു സംഭവമേ ഉള്ളൊരു പേപ്പർ ആയിരുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ അത്ര ഒരു രീതിയിൽ ടെൻഷൻ ആവണ്ട. നിങ്ങൾ എന്തായാലും റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. കുറേ പേര് ചേച്ചി ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ ചെയ്തതാണ്. അങ്ങനെ വലിയ രീതിയിൽ ടെൻഷൻ ആവാനൊന്നും നിൽക്കണ്ട. എല്ലാത്തിൻ്റെയും കട്ട് ഓഫ് കുറയും. ഇപ്പോൾ BDS ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും എല്ലാത്തിൻ്റെയും കട്ട് ഓഫ് നല്ല രീതിയിൽ കുറയും. വെറ്റിനറി ആണെങ്കിലും എല്ലാം കുറയും. അപ്പോൾ നിങ്ങളിങ്ങനെ കാമായിട്ട് വെയിറ്റ് ചെയ്യും. എന്തായാലും റിസൾട്ട് വരുന്നത് വരെ. ഇപ്പോൾ ഇയാൾ ഇരിക്കുന്നുണ്ട്, ആളിപ്പോൾ ചില്ലാണ്. ഞങ്ങൾ ഇന്നലെ വെളിയിലൊക്കെ പോയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കൊല്ലം അവൾ അതേന്നും പറഞ്ഞിരുന്നതാണടാ. ഇനിയും നമ്മൾ എന്തിനാ, ഇനിയും എനിക്ക് കിട്ടുമോ എന്ന് ആലോചിച്ച് ഇരിക്കേണ്ട കാര്യം എന്തായാലും ഇതിപ്പോൾ ഞങ്ങൾ അവസാനത്തെ അറ്റംപ്റ്റായിട്ട് നോക്കിയതാണ്. ഇനി ഒരു കൊല്ലവും കൂടി ഇതിന് വേണ്ടിയിട്ട് കളയണമെന്ന് ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല. ഇനിയിപ്പോൾ കിട്ടിയാലും ഇല്ലെങ്കിലും ഇത് നമ്മളുടെ അവസാനത്തെ അറ്റംപ്റ്റായിട്ട് നമ്മൾ കണ്ടതാണ്. നമ്മൾ എന്തിനാണ് ഇതിന് ശേഷവും ഇങ്ങനെ എനിക്ക് കിട്ടുമോ എന്ന് ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നീറിയിരിക്കുന്നത്. വീട്ടുകാരോ നാട്ടുകാരോ പലരും പറയും. ശാലുവിന് അവരോട് എന്തോ പറയാനുള്ളത്. അവൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഈസി ആയിട്ട് വിട്ടുകൊണ്ടാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ആൺകൊച്ചുങ്ങൾ പൊക്കോട്ടെ, പെൺകൊച്ചുങ്ങളാണെങ്കിൽ അവരിങ്ങനെ ഓരോ വർഷവും കളയും തോറും വീട്ടുകാർക്കും നാട്ടുകാർക്കും അത് ഭയങ്കര പ്രശ്നമാണ്. ഇവളെ കണ്ട് പഠിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അവൾ ആരെയും മൈൻഡ് ചെയ്യത്തില്ല. അവൾ പറഞ്ഞവരുടെയൊക്കെ മുന്നിലൂടെ നല്ല അന്തസ്സായിട്ട് എനിക്ക് കിട്ടും, ഞാൻ മേടിച്ചോണ്ടേ വരുത്തുന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് പോയത്. നമ്മൾ ഒന്നുകിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ ഇതുവഴി കേട്ടിട്ട് അതുവഴി കളയണം. ഒന്നെങ്കിൽ തിരിച്ച് പറയണം, അല്ലെങ്കിൽ കേട്ട് അപ്പുറത്തൂടെ അങ്ങ് വിടണം. ഇവരൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവരൊന്നും നമുക്ക് പ്രയോജനമില്ലാത്ത ആളുകളെ നമ്മൾ മൈൻഡ് ചെയ്ത് അവരെ പറ്റി ടെൻഷൻ അടിച്ച് നമ്മുടെ ലൈഫിൽ ഒരു മിനിറ്റ് പോലും കളയരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക. ഒരു വട്ടവും കൂടെ എഴുതാൻ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വട്ടവും കൂടെ എഴുതുക. ഇതിപ്പോൾ ഇയാളുടെ 3ാമത്തെ അറ്റംപ്റ്റാണ്. അവൾക്ക് മടുത്തത് കൊണ്ടാണ് കേട്ടോ. അവൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യണം. കാരണം ഇപ്പം നീറ്റ് ഒരാളെ സംബന്ധിച്ച് നെക്സ്റ്റ് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത ഒരാൾക്ക് ടെൻഷൻ ആയിരിക്കും. കാരണം ഇനി റിപ്പീറ്റ് ചെയ്യണമെന്ന് തോന്നൽ വരും. അത് ഇതിന് റിസൾട്ട് വന്ന് റാങ്ക് വന്നതിന് ശേഷം തീരുമാനിച്ചാൽ മതി. പറ്റും തോന്നലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാരണം അത് അത്ര സുഖകരമായ ഒരു സംഭവമല്ല. റിപ്പീറ്റ് സൂപ്പർ റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കേസല്ല. ടെൻഷനാണ്. നല്ലതുപോലെ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഒരു റിപ്പീറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നതിനാണ് എനിക്ക് താല്പര്യം. അത് തന്നെ. പക്ഷെ അല്ലെ ആഗ്രഹമാണ് മുമ്പ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. അത് നമുക്ക് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് സൂപ്പർ റിപ്പീറ്റ് ആയാലും കുഴപ്പം വരത്തില്ല, നമ്മൾ ചെയ്യും. പക്ഷേ ഇപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് എന്തായാലും ആ കൊച്ചിന് കിട്ടിയില്ല, എന്നാൽ കിട്ടുമെന്ന് പറഞ്ഞ് ഒരിക്കലും പോകാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല. കാരണം ബ്രില്യൻ്റ് ആയാലും വേറെ ഏതായാലും നമുക്ക് ചിലപ്പം അവിടെ അത്ര കംഫർട്ടായിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ചില വീക്കിലി എക്സാംസുകൾ ടഫാക്കും, മാർക്ക് കുറയും, നല്ലതുപോലെ ടെൻഷനാകും. കാരണം ഞാൻ നല്ലതുപോലെ അനുഭവിച്ചായിരുന്നു. പുറമേ കാണിക്കുന്നില്ലെങ്കിലും മാർക്ക് നോക്കുന്ന സമയം ഹോസ്റ്റലിൽ വന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായി ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഇവളെ വിളിച്ച് കരയാറാണ് പതിവ്. പക്ഷെ അത് പറ്റാത്ത ചില വീട്ടിൽ വിളിക്കുമ്പോഴേ എന്താ കുറഞ്ഞെന്ന് ചോദിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആലോചിച്ചിട്ട് മാത്രം ഒരു റിപ്പീറ്റിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. കാരണം നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വീക്കായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് നല്ലൊരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിന് നിൽക്കുക. ഇപ്പോൾ ശാലുവിന് ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ ആദ്യം എഴുതിയ സിറ്റുവേഷൻ അല്ല. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ അവർക്ക് ഇത്രയും കൂടെ മനസ്സിലാവും ഇത് എക്സാം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല, അല്ലെങ്കിൽ അവിടെ ചെന്നാൽ തന്നെ കിട്ടുന്നൊരു എക്സാം അല്ല എന്ന് അവർക്കൊരു ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ അടുക്ക ഉണ്ടായിരുന്ന പോലെ അല്ല അവളുടെ അടുക്ക. എൻ്റെ അടുക്ക അത്ര മോശമായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ അടുക്ക ഉണ്ടായിരുന്നതിനെക്കാളും ഇത്രയും കൂടെ കൂളായിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ എക്സാം ടഫാണെന്ന് പറഞ്ഞ് അവൾ ഇറങ്ങി വന്നപ്പോഴും ഒന്നും അമ്മ ആ ഒരു രീതിയിൽ, അമ്മയാവട്ടെ അച്ഛനാവട്ടെ ആ ഒരു രീതിയിലാണ് അതെല്ലാം ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നന്നായിട്ട് ചിന്തിച്ചിട്ട് വയസ്സായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുക. നമ്മളിപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഞാനിപ്പോൾ ചെന്ന ഒരു ബാച്ച് എന്ന് പറയുന്നത് നല്ല ലെവലിലുള്ള പിള്ളേരുള്ളൊരു ബാച്ച് തന്നെയായിരുന്നു. അപ്പം അവിടെ സ്വാഭാവികമായിട്ട് നമ്മുടെ റാങ്ക് താരും. അപ്പം നല്ല സങ്കടങ്ങളൊക്കെ വരും. ചിലപ്പം റിപ്പീറ്റേഴ്സ് ബാച്ച് പോലെ അല്ല റിപ്പീറ്റേഴ്സ് എന്തായാലും നല്ല രീതിക്കായിരിക്കും. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ പരസ്പരം എനിക്ക് എൻ്റെ ക്ലാസ്സിലെ പിള്ളേരുടെ പേര് പോലും കംപ്ലീറ്റ്ലി അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഞാനത് അതുപോലും ചോദിക്കാതെ പഠിച്ചു എന്നുള്ളതല്ല, അതിലേക്ക് മറ്റുള്ളവർ വരത്തില്ല. കാരണം പേരും ചോദിച്ച് അങ്ങനെ ചില്ലായിട്ട് നടക്കുന്ന പിള്ളേരല്ലായിരുന്നു അത്യാവശ്യം.
പിന്നെ പക്ഷെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും. ആ സത്യത്തിൽ എൻ്റെ കുറച്ച് നല്ല ഫ്രണ്ട്സാണ് എനിക്ക് അവിടെ, നല്ലൊരു ഫ്രണ്ട്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയത്. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഒരിക്കലും ഞാൻ സൂപ്പർ റിപ്പീറ്റ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചു. കാരണം അവിടെ 2 മാസം കഴിഞ്ഞ് തിരിച്ച് വരുമെന്നൊരു ഊഹം എനിക്ക് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ അവിടെ പിടിച്ചു നിർത്തിയത് എൻ്റെ നല്ല ഫ്രണ്ട്സ് തന്നെയാണ്. അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. എന്തായാലും നമുക്കൊരു ഇവൾക്കാണെങ്കിൽ കഴിഞ്ഞ വട്ടം BDS കിട്ടിയതാണ്, ട്രിവാൻഡ്രത്ത് BDS കിട്ടിയതാണ്. ഞങ്ങൾ ഡ്രസ്സ് സഹിതം എല്ലാം എടുത്ത് ഞങ്ങൾ വേണ്ടുന്ന സാധനങ്ങളെല്ലാം മേടിച്ച് പാക്കിങ് വരെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോഴത്തേക്കും ഷാരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നവൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല. എന്നിട്ട് അമ്മ പറഞ്ഞു നീ BDSന് പോയിട്ട് ഒന്നും കൂടി നീറ്റ് എഴുതിക്കോ. ബോണ്ടിൻ്റെ ഇപ്പം നമ്മൾ BDS ഡ്രോപ്പ് ചെയ്ത് MBBS എടുത്തു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ ബോണ്ട് കൊടുക്കണം. അത് അമ്മ കൊടുക്കാമെന്ന് പറഞ്ഞു. നിനക്ക് വേണമെങ്കിൽ പോകണം എന്നുണ്ടെങ്കിൽ എഴുതണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരെ വിടാൻ തയ്യാറായിരുന്നു. പക്ഷെ അവളുടെ ഒരു ഡിസിഷൻ ആയിരുന്നു. അവൾക്ക് എന്തായാലും BDS പോയി കഴിഞ്ഞാൽ MBBS എഴുതി എടുക്കാൻ പറ്റത്തില്ല എന്ന് അവൾക്ക് തന്നെ തോന്നി. അവൾക്ക് അത് MBBS വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അവളായിട്ട് പോയതാണ്. നമ്മൾ ആരും ഫോഴ്സ് ചെയ്തതല്ല. അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പോയി കഴിഞ്ഞാലും അത് മറ്റേ ഭയങ്കര സ്വീറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. നമ്മൾ ഭയങ്കര അപ്സ് ആൻഡ് ഡൗൺസിലൂടെ ഒക്കെ കടന്നു പോകും. ആ സ്ട്രെസ്സൊക്കെ മാനേജ് ചെയ്യാനും നിങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ട് തരാനും എല്ലാം നിങ്ങൾ നോക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വീട്ടുകാരെയും നാട്ടുകാരെയും ഒന്നും മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം ചിന്തിക്കുക, എന്നിട്ട് മുന്നോട്ട് പോകാം. നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ശരിയാടാ. ഓക്കെ, ബൈ, ടാറ്റാ. എന്തായാലും ഞാനൊരു വാട്സപ്പ് ചാനൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് തരാം. ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ പിൻ ചെയ്തേക്കാം. എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം കേട്ടോ. സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് പരിചയം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് തരാൻ പറ്റുമോ അങ്ങനെ നോക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയുർവേദ കോളേജുകളിലും BDS കോളേജുകളിലായിട്ട് കുറച്ച് കൊച്ചുങ്ങളെ കുറച്ച് ഫീസ് ഡിസ്കൗണ്ട് ചെയ്ത് കയറ്റാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് BDSോ ആയുർവേദമോ വെറ്റിനറിയോ നോക്കുന്നവരുണ്ടെങ്കിൽ ആ വാട്സപ്പ് ചാനലിലൊന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ടാറ്റാ. ഓക്കെ, ബൈ. ശരി.